ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന അവകാശവാദത്തിൽ വിചിത്ര പ്രതികരണവുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. തെളിവ് എവിടെ എന്ന് ചോദിച്ച അന്താരാഷ്ട്ര മാധ്യമത്തോട് സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ട് എന്നായിരുന്നു മറുപടി. You've just brought up the fact that India lost some fighter jets. So let's be quite clear about this. Pakistan claims it shot down 5 Indian Air Force jets and a drone, as I understand it. India says there's no evidence of that, no proof. So can you provide more detail? Hold on. Can you provide more detail? And is this the response that your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. And they have admitted. Their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry, it's not to talk about content all over social media. I'm asking you very specifically. വിചിത്ര പ്രതികരണം ആയിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതേ പ്രതികരണങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയും ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നത്. പാകിസ്ഥാൻ ജനതയോടടക്കം പ്രധാനമന്ത്രി പറഞ്ഞതും ഇന്ത്യയുടെ 5 ജെറ്റുകൾ വിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തി എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകൾക്ക് നേരെ, സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ സൈന്യം എന്നതാണ്. പക്ഷേ അവിടെ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന വേദി ആയിരുന്നില്ല അത് എന്നതാണ്. ഇവിടെ ഒരു മന്ത്രി ചാനൽ ചർച്ചയിലാണ് പങ്കെടുത്തത്. ആ ചാനൽ ചർച്ചയിൽ തിരിച്ച് ചോദ്യമുണ്ടാകുന്നു. അവിടെയാണ് മന്ത്രി പറഞ്ഞുപെട്ടത്. TG സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് എന്ന വിചിത്രമായ മറുപടിയാണ് ഉണ്ടായത്. സാധാരണ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇന്ത്യ നടത്തിയതുപോലെ സൈനിക കേന്ദ്രങ്ങൾ ആണ് പുറത്തുവിടേണ്ടത്. അങ്ങനെ ഒരു ദൃശ്യവും പുറത്തുവിടാൻ പാകിസ്ഥാന്റെ പക്കൽ ഇല്ല. പിന്നെ പറയുന്ന ദൃശ്യങ്ങൾ അത് ഗാസയിൽ നടന്ന ആക്രമണങ്ങളുടെ ഉൾപ്പെടെയുള്ള ഫേക്ക് വീഡിയോകൾ എന്ന് വളരെ കൃത്യമായി ഫാക്ട് ചെക്കിങ്ങിൽ വ്യക്തമായിട്ടുള്ളതുമാണല്ലോ. അതെ, പറഞ്ഞു പെട്ടു, അങ്ങനെ തന്നെ പറയണം. ഖാജ ആസിഫിന് ചോദ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം പാക് മാധ്യമങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും തുടർച്ചയായി അസത്യ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫൈറ്റ് ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പ്രചരണം അവിടെ തുടക്കം മുതൽ നടത്തുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ തങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി, എന്നാൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഇന്ത്യൻ സേനാധികളെ സോൾജിയേഴ്സിനെ തങ്ങൾ യുദ്ധ തടവുകാരായി പിടിച്ചു. ഇങ്ങനെ പല തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം പാക് മീഡിയകളിലും അടക്കം വരുന്നുണ്ട്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ പോരാ, ചുമതലപ്പെട്ട മന്ത്രി അടക്കം ഇത്തരം നിലപാടെടുക്കുന്നത്. CNN അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ ഒരു ചോദ്യത്തോട് അവർ പ്രതികരിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന പ്രതികരണം മാത്രമാണ് നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് തെളിവില്ല. നമുക്കറിയാം, ഒരു ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണം, എവിഡൻസ് വേണം. ആ എവിഡൻസ് വെച്ച് വേണം സംസാരിക്കാം. പക്ഷേ അതിന് തയ്യാറാവുന്നില്ല. സോഷ്യൽ മീഡിയയിലുണ്ട്, ഇന്ത്യൻ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്, ഞങ്ങളല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം, ഖാജ ആസിഫിൻ്റെ വാദം. അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഒരു തെളിവുകളും ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഒപ്പം മറ്റൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഇത് ചാരമായി പോയി, ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടപ്പോൾ അതിനുശേഷം അത് ചാരമായി പോയി എന്ന വാദമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വിചിത്രവാദം രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. കൃത്യമായി തന്നെ ആ CNN അഭിമുഖത്തിൽ അവതാരക ചോദിക്കുന്നുണ്ട്, കൃത്യമായി എവിഡൻസ് വേണം, വളരെ ലോജിക്കലി മറുപടി പറയണം. ആദ്യം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമെന്നതിന് തെളിവുന്നതിന് അത് കൃത്യമായി ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും മറുപടിയില്ലാതെ ഖാജ ആസിഫ് കുഴങ്ങുന്ന കാര്യമാണ് ഉണ്ടായത്. വ്യാജ പ്രചരണത്തെ കൃത്യമായി ചെറുക്കാനുള്ള ശ്രമങ്ങൾ, വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാരും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അത് കാരണം വലിയ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു എന്നതാണ്. പലപ്പോഴും വീഡിയോ ഗെയിം ചിത്രങ്ങൾ ഉപയോഗിച്ച്, വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തുന്നു. ഒപ്പം തന്നെ മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പോൾ നടന്നതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ഇങ്ങനെ നിരവധി വ്യാജ പ്രചരണങ്ങളുണ്ട്. അത് അവിടുത്തെ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ഏറ്റുപിടിക്കുന്നതാണ് കാഴ്ച. എന്തായാലും അത് പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആ വാദം പൊളിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ അഭിമുഖത്തിന്റെ പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. യെസ്, അതാണ് പാകിസ്ഥാൻ ഇപ്പോഴും വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആരെങ്കിലും ഒരാൾ അല്ല, പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട
പദവികൾ അലങ്കരിക്കുന്നവർ, പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ആണ് ചാനൽ ചർച്ചയിലടക്കം ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പാക് പ്രധാനമന്ത്രിയും ഈ അവകാശവാദങ്ങൾ പാക് പാർലമെന്റിലടക്കം ഈ അവകാശവാദങ്ങൾ ആവർത്തിച്ച പശ്ചാത്തലം ആണ് ഉള്ളത്. ഒപ്പം സാധാരണക്കാരായ ആളുകളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അങ്ങനെ പാകിസ്ഥാനിലെ സാധാരണക്കാരായ പൗരന്മാർ ആണ് കൊല്ലപ്പെട്ടത്. അങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചാരണം പുറത്തുവിടുമ്പോഴും അവിടെ മരണപ്പെട്ടത്, കൊല്ലപ്പെട്ടത് കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നവർ എന്നത് വ്യക്തമായിരുന്നു. അവരുടെ മരണാനന്തര ചടങ്ങിൽ അടക്കം സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തതാണ്. കൊല്ലപ്പെട്ടു എന്നുള്ളത് ഭീകരർ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. ഇതിനൊക്കെ ഇടയിലാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇത്തരം പൊള്ളയായ വാദങ്ങൾ ഉയർത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പലപ്പോഴായി ഇങ്ങനെ പാക് മന്ത്രിമാർ പറഞ്ഞു പെട്ടിട്ടുണ്ട് എന്നതുമാണ് കൂട്ടിച്ചേർക്കേണ്ടത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തിയിരുന്നു എന്ന പരാമർശം പാക് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. എന്നാൽ പിന്നീട് അത് അവസാനിപ്പിച്ചുവെന്നും അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു തങ്ങൾ തീവ്രവാദത്തെ വളർത്തിയത്, ഇപ്പോൾ അങ്ങനെ തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ ഇല്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ പാക് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പറഞ്ഞുപെടുന്ന സാഹചര്യം, അതായത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചു വീഴ്ത്തി, പാക് സൈന്യം വീഴ്ത്തി, പാക് സൈനികർ ഇന്ത്യയുടെ സൈനിക ക്യാമ്പുകളിൽ ആക്രമണം നടത്തി തുടങ്ങിയ അവകാശവാദങ്ങൾ പൊളിയുന്ന ദൃശ്യങ്ങൾ. ആ സംഭാഷണം, ആ പ്രതികരണം ഒരിക്കൽ കൂടി. You've just brought up the fact that India lost some fighter jets. So let's be quite clear about this. Pakistan claims it shot down 5 Indian Air Force jets and a drone, as I understand it. India says there's no evidence of that, no proof. So can you provide more detail? Hold on. Can you provide more detail? And is this the response that your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. And they have admitted, their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry, it's not to talk about content all over social media. I'm asking you very specifically. ഈ മട്ടിൽ ഉള്ള തെറ്റായ പ്രചാരണം തന്നെയാണ് പാകിസ്ഥാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.